the text reading. All of you open your text and take page number 154. Our first lesson is famous at home and abroad. Abroad means വിദേശം, അതായത് നമ്മുടെ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലും വളരെയധികം പ്രശസ്തരായിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ പിക്ചേഴ്സാണ് നമുക്ക് ഈ ലെസണിൽ തന്നിട്ടുള്ളത്. ഈ ലെസണിൻ്റെ താഴെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. ഈ ക്ലൂസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്പർ 1. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് വേൾഡ് ഫേമസ് മ്യൂസിക് കമ്പോസർ, അതായത് ലോക പ്രശസ്തനായിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? AR റഹ്മാൻ. AR റഹ്മാൻ, RAHMAN. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഈ മ്യൂസിക് കമ്പോസറിൻ്റെ പേരെന്താണ്? AR റഹ്മാൻ. Then number 2, children's rights activist and winner of Nobel Peace Prize. അതായത് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് പിന്നെ എന്ത് കിട്ടിയിട്ടുണ്ട്? സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? കൈലാഷ് സത്യാർത്ഥി. അപ്പോൾ കൈലാഷ്, KAILASH, കൈലാഷ് സത്യാർത്ഥി, SATYARTHI, കൈലാഷ് സത്യാർത്ഥി. നമ്പർ 3, അവാർഡ് വിന്നിങ് ഇന്ത്യൻ ഷെഫ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ ഷെഫാണ്. ഷെഫ് എന്ന് വെച്ചാൽ ആരാണ്? ഒരു പാചക വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? വികാസ് ഖന്ന. VIKAS, വികാസ് ഖന്ന. KHANNA, വികാസ് ഖന്ന. നമ്പർ 4, എമിനൻറ്റ് റൈറ്റർ. എമിനൻറ്റ് റൈറ്റർ മീൻസ് പ്രമുഖനായ എഴുത്തുകാരൻ. ആരാണ് ഇദ്ദേഹം? അമിതാവ് ഘോഷ്. AMITAV, അമിതാവ് ഘോഷ്. GHOSH, അമിതാവ് ഘോഷ്. The number 5, renowned economist. The renowned means എന്താ? പ്രശസ്തനായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അമർത്യ സെൻ. AMARTYA, അമർത്യ സെൻ. SEN, അമർത്യ സെൻ. The number 6, ഫേമസ് ഫിലിം ആക്ടർ. ഒരു പ്രമുഖനായിട്ടുള്ള സിനിമാ നടനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അമിതാഭ് ബച്ചൻ. AMITABH, അമിതാഭ് ബച്ചൻ. BACHCHAN, അമിതാഭ് ബച്ചൻ. Then number 7, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ഗൂഗിൾ. ഗൂഗിൾ എല്ലാ പേർക്കും അറിയാം അല്ലേ? നമുക്ക് എന്തെങ്കിലും സംശയമുള്ള സമയത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഗൂഗിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ആരാണ്? ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സുന്ദർ പിച്ചൈ. SUNDAR, സുന്ദർ പിച്ചൈ. PICHAI, സുന്ദർ പിച്ചൈ. The number 8, ചെയർപേഴ്സൺ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് പെപ്സി കമ്പനി. പെപ്സി കമ്പനിയുടെ ചെയർപേഴ്സണാണ്, അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ പേരെന്താണ്? ഇന്ദ്ര നൂയി. INDRA, ഇന്ദ്ര നൂയി. NOOYI, ഇന്ദ്ര നൂയി. Let us move on to the notebook. All of you open your notebook, write today's date and the name of the lesson. Please listen to the hard words. AR Rahman, Rahman, RAHMAN. Amartya Sen, AMARTYA, Amartya Sen, SEN. Kailash Satyarthi, KAILASH,
SATYARTHI, Kailash Satyarthi. Amitabh Bachchan, AMITABHBACHCHAN. All of you write these hard words five times neatly, touching the lines, and send it to me. Now I am going to read the notes of this lesson. Name the following. Number 1, world famous music composer, ലോക പ്രശസ്തനായ മ്യൂസിക് കമ്പോസർ AR റഹ്മാൻ. നമ്പർ 2, renowned economist, പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെൻ. നമ്പർ 3, ചിൽഡ്രൻസ് റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആൻഡ് വിന്നർ ഓഫ് നോബൽ പീസ് പ്രൈസ്, കുട്ടികളുടെ അവകാശ പ്രവർത്തകനും അതുപോലെ തന്നെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയുമാണ് കൈലാഷ് സത്യാർത്ഥി. ഫേമസ് ഫിലിം ആക്ടർ, പ്രശസ്തനായ സിനിമാ നടനാണ് അമിതാഭ് ബച്ചൻ. ദെൻ മാച്ച് ദ ഫോളോയിങ്. അവാർഡ് വിന്നിംഗ് ഇന്ത്യൻ ഷെഫ്, അവാർഡ് ജേതാവായ ഇന്ത്യൻ ഷെഫ് വികാസ് ഖന്ന. എമിനൻറ്റ് റൈറ്റർ, പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ഗൂഗിൾ, ഗൂഗിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുന്ദർ പിച്ചെ. നമ്പർ 4, ചെയർപേഴ്സൺ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് പെപ്സി കമ്പനി, പെപ്സി കമ്പനിയുടെ ചെയർപേഴ്സണും അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ് ഇന്ദ്ര നൂയി. All of you write these notes neatly, touching the lines, and send it to me. Okay, bye children. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുവാണല്ലേ? കുറച്ച് ഡേയ്സ് ഒക്കെ നമുക്ക് ഹോളിഡേ ആയിരുന്നു, അടിച്ചു പൊളിച്ചു. എല്ലാവരും ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ നന്നായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 3rd ടേമിലേക്കാണ് നമ്മൾ കടന്നത് അല്ലേ? ഇന്ന് മുതൽ 3rd ടേം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും നന്നായിട്ടാണ് എല്ലാവരും പഠിച്ചു വന്നത്. അപ്പോൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു, നന്നായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നന്നായിട്ട്, വളരെ നന്നായിട്ട് നമ്മൾ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരുന്നത് അതിനെക്കാട്ടും കുറച്ചുകൂടി നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ അന്നേ ദിവസം തന്നെ മാക്സിമം പഠിക്കുക. ഓക്കെ, അപ്പോൾ ടീച്ചർ തന്നെ ഇംഗ്ലീഷിൽ പുതിയൊരു ലെസൺ 3rd ടേം ടെക്സ്റ്റിലെ ഫസ്റ്റ് ലെസൺ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഡിസ്കണ്ടന്റ് ഫയർ ട്രീ, ദ ഡിസ്കണ്ടന്റഡ് ഫയർ ട്രീ എന്നാണ് ലെസന്റെ പേര്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, all of you take your textbook, page number 3, term 3 textbook, page number 3. Okay, please listen here. The discontented fir tree. Okay, a fir tree grew in a thick forest. It had dark green needles. Its trunk was thick and straight. The wind sang a song when it moved through its branches. One day, it looked at the leaves of the other trees. These had different shapes: round, oval, narrow, and broad. The fir tree looked sadly at its needles and said, "My needles are not proper leaves. They are stiff and sharp. They are not like the leaves of other trees. I wish I had leaves of gold." A wood fairy heard its sad words. She touched its boughs with her magic wand. The next morning, the needles of the fir tree had changed into shining gold leaves. It was very happy, but its happiness did not last long. A robber came and started plucking all the gold leaves from the fir tree. The fir tree begged, "Please don't take my gold leaves." The robber replied, "I will sell the leaves and buy food for my family." Then he ran away with all the gold leaves. The fir tree started weeping. It looked
ugly without the gold leaves. It's soft. I wish I had sparkling glass leaves. They will shine in the sunlight. I will look like a tree of light. The kind wood fairy heard its words. She touched the bough of the fir tree. She touched the bough of the fir tree once more with her magic wand. The next morning, the fir tree was covered with sparkling glass leaves. The animals and birds of the forest looked at it with wonder. Alas, its happiness did not last this time either. Mr. Hardwords ആണ് ബോർഡിലേക്ക്. First one, strive, stiff, plucking, weeping, sparkling. First one, strive. S-T-R-A-I-G-H-T, strive. Stiff. S-T-I-F-F, stiff. Third one, plucking. P-L-U-C-K-I-N-G, plucking. Weeping. W-E-E-P-I-N-G, weeping. Last one, sparkling. S-P-A-R-K-L-I-N-G, sparkling. Okay. Okay, all of you take your notebooks. Please listen here. Hard words ആണ് നമുക്ക് നോട്ടിൽ എഴുതാനുള്ളത്. First one, straight, stiff, plucking, weeping, sparkling. First one, straight. S-T-R-A-I-G-H-T, straight. Stiff. S-T-I-F-F, stiff. Plucking. P-L-U-C-K-I-N-G, plucking. Weeping. W-E-E-P-I-N-G, weeping. Sparkling. S-P-A-R-K-L-I-N-G, sparkling. അപ്പോൾ ഹാർഡ് വേർഡ്സ് 5 times നീറ്റായിട്ടുള്ള നോട്ടിൽ എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. എല്ലാവരും ഹാപ്പി ആണോ? ഞാൻ നിങ്ങളുടെ പുതിയ ടീച്ചറാണ്. എൻ്റെ പേര് സുനിത എന്നാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അല്ലേ? എല്ലാവരും എക്സാം എല്ലാം നന്നായിട്ട് എഴുതിയോ? ഇനി മുതൽ നമുക്ക് തേർഡ് ടേം പോർഷൻസ് പഠിക്കാനുള്ള സമയമാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ. ആ പോർഷനിലെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് വെതർ ആൻഡ് സീസൺസ്. അപ്പോൾ വെതറിനെ കുറിച്ചും സീസൺസിനെ കുറിച്ചും, അതായത് വെതർ എന്ന് വെച്ചാൽ കാലാവസ്ഥ, സീസണുകൾ അല്ലെങ്കിൽ ഋതുക്കൾ അല്ലേ, പലതരത്തിലുള്ള സീസണുകളെ കുറിച്ചും കാലാവസ്ഥയെ കുറിച്ചുമാണ് ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. ഡേറ്റ് പറയാമോ? ഇന്നത്തെ ഡേറ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഏത് ഡേറ്റ് ആണ്? 3rd January 2022 അല്ലേ? അപ്പോൾ നമുക്കൊരു പുതിയ വർഷമാണ്. ഏത് വർഷമാണ്? 2022. Which day is today? Today is Monday. അപ്പോൾ ടീച്ചർ ബോർഡിൽ കുറച്ച് ഹാർഡ് വേർഡ്സ് എഴുതിയിട്ടിട്ടുണ്ട്. അത് നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ. Summer, monsoon, winter, autumn, spring, dew, thunder, lightning, pleasant, hot, cold, cloudy, rainy, windy. Teacher spelling read ചെയ്തുതരാം. Summer, S-U-M-M-E-R, summer. Monsoon, M-O-N-S-O-O-N, monsoon. Winter, W-I-N-T-E-R, winter. Autumn, A-U-T-U-M-N, autumn. Spring, S-P-R-I-N-G, spring. Dew, L-O-O. Thunder, T-H-U-N-D-E-R, thunder.
all of you open your text and take page number 107. Our first lesson is weather and seasons. Weather means എന്താ കാലാവസ്ഥ. സീസൺസ് എന്ന് വെച്ചാൽ എന്താണ്? സീസണുകൾ അല്ലെങ്കിൽ ഋതുക്കൾ. കാലാവസ്ഥയെക്കുറിച്ചും സീസണുകളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ നമുക്ക്, അതായത് ഈ ലെസണിൽ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ ആരെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ഒരു സ്മോൾ ഗേളുണ്ട്, പിന്നെ എന്താണ്, അവിടെ പപ്പയെയും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്മോൾ ഗേളിൻ്റെ പേരെന്താണെന്നറിയാവോ? അന്യ. അപ്പോൾ വെതറിനെ കുറിച്ചും സീസൺസിനെ കുറിച്ചും അന്യയ്ക്ക് അവളുടെ പപ്പ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ലെസണിൽ റീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. പപ്പ, ഇറ്റ് വാസ് സോ സണ്ണി യെസ്റ്റർഡേ. പപ്പ, ഇന്നലത്തെ ദിവസം എങ്ങനെയുള്ളതായിരുന്നു? ഒരു സണ്ണി ഡേ ആയിരുന്നു. സണ്ണി എന്ന് വെച്ചാൽ എന്താണ്? നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ക്ലൗഡി ടുഡേ. പക്ഷേ ഇന്നാണെങ്കിലോ എങ്ങനെയുള്ള ദിവസമാണ്? ഒരു ക്ലൗഡി ഡേ ആണ് അല്ലേ. ക്ലൗഡി എന്ന് വെച്ചാൽ എന്താണ്? മേഘാവൃതമായിട്ടുള്ള ഒരു ദിവസമാണ്. അതായത് ഒത്തിരി മേഘങ്ങളൊക്കെ കൊണ്ട്, ആകാശത്തിൽ ഒത്തിരി മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണ്. ഹാസ് ദ റെയിനി സീസൺ കം. അപ്പോൾ ഇത് കണ്ടപ്പോൾ അന്യയ്ക്കൊരു സംശയമായി. എന്താണ്? റെയിനി സീസൺ വന്നോ എന്ന് ആര് ചോദിക്കുകയാണ്? അന്യ ചോദിക്കുകയാണ്. ഓക്കെ. നോ അന്യ, ദ സീസൺ ഡസ് നോട്ട് ചേഞ്ച് എവറി ഡേ. അപ്പോൾ എന്താണ് പപ്പ എന്താ മറുപടി പറഞ്ഞത്? നോ അന്യ, ഇല്ല എന്ന് വെച്ചാൽ എന്താണ്? റെയിനി സീസൺ വന്നില്ല. ദ സീസൺ ഡസ് നോട്ട് ചേഞ്ച് എവറി ഡേ. സീസൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? ഓരോ ദിവസവും ചേഞ്ച് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ദ വെതർ ദാറ്റ് ചേഞ്ചസ് ഫ്രം ഡേ ടു ഡേ അല്ലേ. അപ്പോൾ എന്താണ് ഓരോ ദിവസവും ചേഞ്ച് ചെയ്യുന്നത്? വെതറാണ്, അതായത് കാലാവസ്ഥയാണ് ഓരോ ദിവസവും ചേഞ്ച് ചെയ്യുന്നത്. ഈവൻ സമ്മർ ഹാസ് ക്ലൗഡി ഡേയ്സ് അല്ലേ. സമ്മർ സീസണിൽ പോലും എന്ത് ദിവസങ്ങളുണ്ട്? ക്ലൗഡി ഡേയ്സ് ഉണ്ട്. ദ വെതർ ഈസ് നോട്ട് ദ സെയിം ഓൺ ഓൾ ഡേയ്സ്. അപ്പോൾ എല്ലാ ദിവസവും വെതർ എന്തല്ല? ഒരുപോലെ അല്ല. ഇറ്റ് കീപ്സ് ചേഞ്ചിങ് ഫ്രം ഡേ ടു ഡേ. ഓരോ ദിവസവും വെതർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് മേ ബി ഹോട്ട്, കോൾഡ്, വിൻഡി, ക്ലൗഡി ഓർ റെയിൻ. അപ്പം എന്താ വെതർ എന്ന് പറയുന്നത്? ചില ദിവസങ്ങളിൽ എങ്ങനെയുള്ളതായിരിക്കാം? ചില ദിവസങ്ങൾ ഹോട്ടായിരിക്കാം, ചിലപ്പോൾ കോൾഡ് ഡേയ്സ് ആയിരിക്കാം, ചിലപ്പോൾ വിൻഡി ഡേയ്സ് ആയിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കാം? ക്ലൗഡി ഡേയ്സ് ആയിരിക്കാം, ചിലപ്പോൾ റെയിനി ഡേയ്സ് ആയിരിക്കാം. അതായത് ചിലപ്പോൾ നല്ല ചൂടുള്ള ദിവസങ്ങളായിരിക്കാം, ചിലപ്പോൾ തണുപ്പായിരിക്കാം, ചിലപ്പോൾ നല്ല കാറ്റുള്ള ദിവസങ്ങളായിരിക്കാം, ചിലപ്പോൾ ക്ലൗഡി അല്ലേ, മേഘാവൃതമായ ദിവസങ്ങളായിരിക്കാം, ചിലപ്പോൾ നല്ല മഴയുള്ള ദിവസങ്ങളായിരിക്കാം. ചേഞ്ച് ഇൻ വെതർ ഈസ് കോസ്ഡ് ബൈ സൺ, വിൻഡ്, ക്ലൗഡ്സ് ആൻഡ് റെയിൻ. അപ്പോൾ ഇങ്ങനെ വെതറിൽ ചേഞ്ചസ് ഉണ്ടാകുന്നതിന് ആരൊക്കെയാണ് കാരണമാകുന്നത്? സൺ അല്ലേ, സൂര്യൻ, പിന്നെ ആരാണ്? വിൻഡ്, കാറ്റ്, ദെൻ ക്ലൗഡ്സ്, മേഘങ്ങൾ, ആൻഡ് റെയിൻ, പിന്നെ എന്താണ്? മഴ അല്ലേ. വെൻ വൺ ടൈപ്പ് ഓഫ് വെതർ കണ്ടിന്യൂസ് ഫോർ മെനി ഡേയ്സ് വി കോൾ ഇറ്റ് എ സീസൺ അല്ലേ. അപ്പോൾ ഒരു സീസൺ എന്ന് വെച്ചാൽ എന്താണ്? ഒരേ തരത്തിലുള്ള കാലാവസ്ഥ തന്നെ കുറേ ദിവസത്തേക്ക് തുടരുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒരു സീസൺ എന്ന് വിളിക്കുന്നു. സമ്മർ, മൺസൂൺ ആൻഡ് വിൻ്റർ ആർ ദ 3 മെയിൻ സീസൺസ് ഇൻ അവർ കൺട്രി. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട 3 സീസൺസ് ഏതൊക്കെയാണ്? സമ്മർ. സമ്മർ എന്ന് വെച്ചാൽ ഏത് സീസണാണ്? വേനൽക്കാലം. മൺസൂൺ ഏത് സീസണാണ്? മഴക്കാലം അല്ലെങ്കിൽ റെയിനി സീസൺ. ആൻഡ് വിൻ്റർ. വിൻ്റർ എന്ന് വെച്ചാലോ തണുപ്പുകാലം അല്ലേ. ദീസ് ആർ ദ 3 മെയിൻ സീസൺസ് ഇൻ അവർ കൺട്രി. നമുക്ക് താഴെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിലെന്താ എഴുതിയിരിക്കുന്നത്? വെതർ, അതായത് കാലാവസ്ഥ. അപ്പോൾ നമുക്ക് ഈ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. വെതർ ചേഞ്ചസ് ഫ്രം ഡേ ടു ഡേ അല്ലേ. നമ്മൾ പഠിച്ചു എന്താണ്? ഓരോ ദിവസവും വെതർ ചേഞ്ച് ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഫ്ലോ ചാർട്ടിൽ ഫില്ല് ചെയ്യേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള വെതറാണ് നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്? വിൻഡി. ഇനി ഏതൊക്കെ വേർഡ്സാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്? ഹോട്ട്, ദെൻ കോൾഡ്, ക്ലൗഡി, ദെൻ റെയിനി. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഡിഫറൻറ്റ് സീസൺസിനെ കുറിച്ചാണ്.
ആൻഡ് ദ ഫസ്റ്റ് സീസൺ ഈസ് സമ്മർ സീസണാണ്. സമ്മർ സീസൺ എങ്ങനെയുള്ളതാണ്? ഹോട്ട് ആൻഡ് സണ്ണി, അതായത് നല്ല ചൂടുള്ള ദിവസങ്ങളാണ്. അതുപോലെ എന്താണ്? സണ്ണി ഡേയ്സ് ആണ്. സണ്ണി മീൻസ് എന്താണ്? നല്ല തെളിഞ്ഞ അന്തരീക്ഷമുള്ള ദിവസങ്ങളാണ്. ഓക്കെ. ഇൻ സമ്മർ ദ സൺ ഷൈൻസ് വെരി ബ്രൈറ്റ്ലി ആൻഡ് ഇറ്റ് ഈസ് വെരി ഹോട്ട്, അല്ലേ? അപ്പോൾ സമ്മർ സീസണിൽ സൂര്യൻ എങ്ങനെ പ്രകാശിക്കുന്നത്? നല്ല ബ്രൈറ്റായിട്ട് പ്രകാശിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹോട്ട്, അതുപോലെ തന്നെ നല്ല ചൂടുള്ള ദിവസങ്ങളുമായിരിക്കും. ഡേയ്സ് ആർ ലോങ് ആൻഡ് നൈറ്റ്സ് ആർ ഷോർട്ട്, അല്ലേ? അപ്പോൾ സമ്മർ സീസണിൽ ഏതിനാണ് ദൈർഘ്യം കൂടുതൽ? പകലിന് ദൈർഘ്യം കൂടുതലാണ്. അതുപോലെ നൈറ്റ്സ് ആണെങ്കിലോ ഷോർട്ടാണ്, അല്ലേ? സമയദൈർഘ്യം കുറവാണ്. വി സ്വെറ്റ് എ ലോട്ട് ആൻഡ് ഫീൽ തേഴ്സ്റ്റി ഓൾ ദ ടൈം. അപ്പോൾ എന്താണ്? നമുക്ക് കൂടുതൽ ദാഹം അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ കൂടുതൽ വിയർക്കുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ദാഹവും അനുഭവപ്പെടുന്നു. വി ലൈക്ക് ടു ഹാവ് കോൾഡ് വാട്ടർ, കോൾഡ് ഡ്രിങ്ക്സ് ആൻഡ് ജ്യൂസ്. അപ്പോൾ സമ്മർ സീസണിൽ നമ്മൾ എന്താ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അതാണ് തണുത്ത വെള്ളം, അതുപോലെ തന്നെ ശീതള പാനീയങ്ങൾ, അതുപോലെ ജ്യൂസസ്, അല്ലേ? ഇതെല്ലാം കുടിക്കാനായിട്ട് എന്താണ് നമുക്ക് ആഗ്രഹം തോന്നുന്നു, അല്ലേ? വി ലൈക്ക് ടു വെയർ കോട്ടൺ ക്ലോത്ത്സ്. അപ്പോൾ സമ്മർ സീസണിൽ നമ്മൾ കൂടുതലും ധരിക്കാൻ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ്? കോട്ടൺ വസ്ത്രങ്ങളാണ്. സം പീപ്പിൾ ഗോ ടു ദ ഹിൽ സ്റ്റേഷൻസ് ഇൻ സമ്മർ. അപ്പോൾ എന്താണ്? കൂടുതലും ആളുകൾ സമ്മർ സീസണിൽ എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? ഹിൽ സ്റ്റേഷൻസിൽ. എന്തിനാണ്? ഹിൽ സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ്. ഹോട്ട് വിൻഡ്സ് കാൾഡ് ബ്ലോ ഇൻ സമ്മർ, അല്ലേ? അപ്പോൾ എന്താണ്? സമ്മർ സീസണിൽ വീശുന്ന ഒരു ചൂട് കാറ്റുണ്ട്. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? ഇതാണ് ലൂ എന്നാണ് ആ കാറ്റിൻ്റെ പേര്. ഇനി എല്ലാവരും നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഓക്കെ. All of you open your notebook. Write today's date and the name of the lesson. Please listen to the hard words. Summer, S-U-M-M-E-R, summer. Monsoon, M-O-N-S-O-O-N, monsoon. Winter, W-I-N-T-E-R, winter. Cloudy, C-L-O-U-D-Y, cloudy. Rainy, R-A-I-N-Y, rainy. Loo, L-O-O, loo. All of you write these hard words 5 times neatly, touching the lines, and send it to me. Okay, bye children.